അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരതയില്ലാത്ത നയങ്ങൾക്ക് പേരുകേട്ട വ്യക്തിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്തിടെ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയ ട്രംപ് ഇപ്പോൾ ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും ശ്രമിക്കുന്നതായി സൂചന. ട്രംപിന്റെയും മലക്കം പാച്ചിലും അതിനോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്രപരമായ പ്രതികരണവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ ചൊല്ലി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് പുതിയൊരു നയതന്ത്ര വഴി തുറക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നേരത്തെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്ക് മേൽ 50% അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ഇതെന്നായിരുന്നു ട്രംപിന്റെ വാദം. റഷ്യയുടെ സാമ്പത്തിക സ്രോതസ് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം നടത്തിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഈ കടുത്ത നിലപാടിൽ നിന്ന് വ്യതിചലിച്ച് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ഇന്ത്യയുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്നും അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. വരും ആഴ്ചകളിൽ തന്റെ ഉറ്റ സുഹൃത്തായ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കും, ട്രംപ് കുറിച്ചു. ഈ പ്രസ്താവന ട്രംപിന്റെ മുൻ നിലപാടിൽ നിന്നും വിപരീതമായിരുന്നു. ട്രംപിന്റെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയെപ്പോലെ തന്നെ ബ്രസീലിലും 50% തീരുവ ചുമത്തിയിട്ടുണ്ട്. ഈ തീരുവകൾ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് US സുപ്രീം കോടതി ഹർജി നിലവിലുമുണ്ട്. ട്രംപിന്റെ ഈ നയങ്ങൾ കീഴ്ക്കോടതികളിൽ നിന്നും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ തീരുമാനവും ട്രംപിനെ സമ്മർദ്ദത്തിലാക്കുന്നു. കൂടാതെ അമേരിക്കയ്ക്ക് ബദലായി ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി അടുക്കാൻ ശ്രമിക്കുന്നുവെന്ന സൂചന ലഭിച്ചതും ട്രംപിന്റെ നിലപാട് മാറ്റത്തിന് ഒരു പ്രധാന കാരണമായിരിക്കാം. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ പ്രതികരിച്ചു. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമമെന്ന് മോദി അറിയിച്ചു. ഇന്ത്യയും അമേരിക്കയും സ്വാഭാവിക പങ്കാളികളും അടുത്ത സുഹൃത്തുക്കളുമാണെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായി യോജിച്ച് നീങ്ങുമെന്നും മോദി അറിയിച്ചു. മോദിയുടെ ഈ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം നിലനിർത്താനും വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാനും ഇന്ത്യ തയ്യാറാണെന്നും സൂചിപ്പിക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനയോടുള്ള മോദിയുടെ പ്രതികരണം വളരെ തന്ത്രപരമായിരുന്നു. ട്രംപിനെ ഉറ്റ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സൗഹൃദപരമായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ തർക്കങ്ങൾ പരിഹരിക്കാൻ മോദി ശ്രമിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്നും നേരത്തെ മാറ്റിവെച്ച അമേരിക്കൻ സംഘത്തിന്റെ ഇന്ത്യ സന്ദർശനം വൈകാതെ നടന്നേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ നിരവധി വെല്ലുവിളികളും ഉണ്ടായി. അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി ട്രംപ് പല രാജ്യങ്ങൾക്കുമേൽ അധിക തീരുവ ചുമത്തി. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന തീരുവ ചുമത്തുകയും ഇന്ത്യക്ക് നൽകിയിരുന്ന ജോണലൈസ്ഡ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് പദവി എടുത്തു കളയുകയും ചെയ്തു. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വലിയ വ്യാപാര തർക്കങ്ങൾക്കും വഴിവെച്ചു. ഈ തർക്കങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും തന്ത്രപരമായ പങ്കാളിത്തവും ശക്തമായി തുടർന്നു. എന്നാൽ റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ ബന്ധത്തിൽ കൂടുതൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയായിരുന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയ ഇന്ത്യയുടെ നടപടി അമേരിക്ക ചൊടിപ്പിച്ചു. ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഇന്ത്യ റഷ്യയെ പിന്തുണച്ചതും അമേരിക്കൻ ഭരണകൂടത്തിന് അതൃപ്തിയുണ്ടാക്കി. ട്രംപിന്റെ പുതിയ നീക്കം ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ ഒരു വഴിത്തിരിവാകാൻ സാധ്യതയുമുണ്ട്. നിയമപരമായ വെല്ലുവിളികളും അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യവും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുമായി ഒരു വ്യാപാര ഉടമ്പടിയിൽ എത്തുന്നത് ട്രംപിന് രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കാനും സാധിക്കും. എന്നാൽ ഈ ചർച്ചകൾ എത്രത്തോളം വിജയകരമാക്കുമെന്നും കണ്ടറിയണം. ഇന്ത്യയുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ എത്തുന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. റഷ്യയുമായി ഊഷ്മള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായി വ്യാപാര സൗഹൃദം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നതും ഒരു പ്രധാന ചോദ്യമാണ്. ഈ ചർച്ചകൾക്ക് വിജയകരമായ ഒരു സമാപ്തി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനയും നൽകും. ഒപ്പം അന്താരാഷ്ട്ര നയതന്ത്രത്തിൽ സൗഹൃദവും വ്യാപാരവും പലപ്പോഴും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറുമെന്നതിൽ ഏറ്റവും പുതിയ ഉദാഹരണമായി ഈ സംഭവം നിലകൊള്ളും. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ സംഘത്തിന്റെ അമേരിക്കൻ സന്ദർശനവും മോദി ട്രംപ് ചർച്ചകളും ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദവും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വളരുന്ന തന്ത്രപരമായ പങ്കാളിത്തം പലപ്പോഴും ഒരു നയതന്ത്രപരമായ സങ്കീർണത സൃഷ്ടിക്കാറുണ്ട്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. പ്രതിരോധം, ബഹിരാകാശം, ആണവ സഹകരണം തുടങ്ങിയ മേഖലകളിൽ റഷ്യ ഇന്ത്യയുടെ ഒരു പ്രധാന പങ്കാളിയായി തുടർന്നു. ഇന്ത്യയുടെ സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ നിർമ്മിതമാണ്. ഇത് ഇന്ത്യയെ റഷ്യയെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചു. മാത്രമല്ല, കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വലിയ തോതിൽ വളർന്നു. സാമ്പത്തിക, പ്രതിരോധ, നയതന്ത്ര മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണവും വർദ്ധിച്ചു. ചൈനയുടെ സ്വാധീനം ചെറുക്കാൻ ഇന്ത്യ ഒരു പ്രധാന പങ്കാളിയായി അമേരിക്ക കാണുന്നുണ്ട്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെയാണ് ഈ നയതന്ത്രപരമായ സങ്കീർണത കൂടുതൽ വ്യക്തമായത്. റഷ്യൻ ആക്രമണത്തെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ശക്തമായി അപലപിച്ചപ്പോൾ ഇന്ത്യ നിഷ്പക്ഷ നിലപാടും സ്വീകരിച്ചു. കൂടാതെ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്ത ഇന്ത്യയുടെ നടപടി അമേരിക്കയ്ക്ക് അതൃപ്തി ഉണ്ടാക്കി. റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി അവരെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ നയങ്ങൾക്ക്
ഇന്ത്യയുടെ നിലപാട് തിരിച്ചടിയായി മാറി. ഇന്ത്യ റഷ്യയുമായി തുടർന്നും വ്യാപാര ബന്ധം നിലനിർത്തുന്നത് അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്.